ചെറിയമ്മ ഞങ്ങളെ സർക്കസുകാർക്ക് വിൽക്കല്ലേ. സാവിത്രി, സുമിത്ര, ഞങ്ങളെ കൊണ്ടുപോയില്ലെന്ന് ഒന്നും പറയില്ല. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചോ. ഇവരുടെ കൂടെ പോയില്ലേ വരൂല. നിന്നെയൊക്കെ പറഞ്ഞോടാൻ പറ്റും. ഞാൻ നോക്കട്ടാ. പന്നി, നിങ്ങൾ വാട ആൾക്കാരി. ഞങ്ങളെ കൊണ്ടുപോയല്ലേ. ഞങ്ങൾ പോവില്ല. അതിന് ഞങ്ങളുടെ മെക്കെട്ട് കയറിയിട്ട് എന്താ കാര്യം? ലോട്ടസ് സർക്കസിന് വരുന്നവരാ ഞങ്ങൾ. ഓശാരത്തിനൊന്നല്ല ഇവരെ കൊണ്ടുപോകുന്നത്. വിൽക്കാനുണ്ടെന്ന് ഇയാൾ പറഞ്ഞപ്പോ അഡ്വാൻസ് എന്നെ കൊടുത്തിട്ടാ. മോനെ, നിനക്ക് എന്റെ മക്കളെ ഞാനാ എന്റെ മക്കളുടെ ഭാവി നശിപ്പിക്കാൻ നടക്കുന്നതിന് വെറുതെ വിടില്ല. കുറെ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. വെച്ചേക്കില്ല ഒന്നിനും ഞാൻ. ഒരു ദിവസം രണ്ടിനെയും ഞാൻ ഭക്ഷണം കൊടുത്തു കൊല്ലും. അഡ്വാൻസ് കൊടുത്താ ഞാൻ യുവമാരും കൊണ്ടേ ഞങ്ങൾ പോവും. എന്റെ മക്കളെ തൊട്ടാ വെട്ടി നോക്കി കളയും ഞാൻ. എന്നാ കൊണ്ടുപോകുന്നോന്ന് കാണാം. ദാസ, ചെറിയമ്മയ്ക്ക് ഇപ്പോഴും നമ്മളോട് വെറുപ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ നമ്മളെ വിഷം തന്ന് കൊല്ലുന്നു പറഞ്ഞത്. ചെറിയമ്മ നമുക്ക് വിഷം തന്ന് കൊന്നാല് പാവം നമ്മുടെ അച്ഛനത് താങ്ങാൻ പറ്റൂടാ. മരിക്കും വരെ നമുക്ക് ഈ ഗ്രാമത്തില് സന്തോഷമായിട്ട് കഴിയാൻ പറ്റുന്നു തോന്നണില്ല ദാസ. ഞാനൊന്ന് ആലോചിക്കുകയാണ്. സേതു എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോടാ? പട്ടണത്തിൽ ചെന്നാല് അവിടെ ഉള്ളവർ ഒരു ചെലവും ഇല്ലാതെ നമ്മുടെ ഓപ്പറേഷൻ നടത്തി തരുമെന്ന്. നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് വേർതിരിയാണ്. നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നമുക്ക് ടൗണിൽ പോയി ഓപ്പറേഷൻ നടത്താം. എന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കുറെ പണം ഉണ്ടാക്കിയിട്ട് ഇവിടോട്ട് തിരിച്ചു വരാം. എന്നിട്ട് സാവിത്രിയുടെയും സുമിത്രയുടെയും കല്യാണം നമുക്ക് നന്നായി നടത്തണം. പണമൊക്കെ വന്നു കഴിയുമ്പോൾ ചെറിയമ്മയ്ക്ക് നമ്മുടെ ദേഷ്യമൊക്കെ മാറുമായിരിക്കും. എന്നിട്ട് നമുക്കൊരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയി കുറെ കുട്ടികളും. എന്റെ ഉള്ളിന്റെ ഉള്ളിലൊരാശ കൂടിയാണ്. പക്ഷെ നമ്മൾ പോയാ അച്ഛന് വിഷമാവൂലേ? എടാ പ്രേമ, നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നാലാ അച്ഛന് കൂടുതൽ വിഷമം. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പട്ടണത്തിലേക്ക് പോവാം. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാനൊരു സൈക്കിളൊക്കെ ചവിട്ടി ഈ ഗ്രാമത്തിലേക്ക് ഒരു വരവുണ്ട്. അന്നാ ഇനി താമസിക്കണ്ട. ഇത് കൊള്ളാമല്ലോ. മൂൺ ടിവിക്ക് ഒരു പ്രോഗ്രാമായി. എടാ പ്രേമ, നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പട്ടണത്തിലുള്ള ആളുകളൊക്കെ എത്ര നല്ലവരാ. ദേ, നമ്മുടെ മുഖത്ത് വെട്ടടിപ്പിക്കണ വേണ്ട. നമ്മുടെ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്തും, ഉറപ്പാ. അതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ടുവന്നത്. ഞാനില്ലാതെ നീ നേരത്തെ തനിച്ച് ഇവിടെ വന്നിട്ടുണ്ടോ? ദേടാ, നമ്മളെപ്പോലെ വേറെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അയാളോ നോക്കിയേ, അയാളും നമ്മളെപ്പോലെ ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് നേരെയാക്കിയതാ. എന്നിട്ട് ജോലി ഇവിടെ തന്നെ കൊടുത്തു. നോക്കണ്ട. നമ്മളെ കാണാൻ ഒരു പെണ്ണ് വരുന്നുണ്ട്. ഹലോ, ഐ എം ശോഭ നായർ. ഹലോ. ഹലോ, ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. അത് ചെയ്യാൻ വേണ്ടി തന്നെയാ ഞങ്ങളും ഇങ്ങോട്ട് വന്നത്. ഇവിടെയൊക്കെ ഓപ്പറേഷൻ ഇന്റർവ്യൂ എന്നാ പറയണത്. എന്നാ തുടങ്ങാം. എങ്കിൽ നമുക്ക് ആദ്യം ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എന്താ നിങ്ങളുടെ പേര്? ഞാൻ പ്രേമ, ഇവൻ ദാസൻ. അല്ല, ഞാൻ ദാസൻ, ഇവൻ പ്രേമൻ. എവിടെയാണ് നിങ്ങളുടെ വീട്? ആ വേല മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് ഞങ്ങളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കാനല്ലേ? ഞങ്ങൾ പറയൂല. ഞങ്ങൾ പറയൂല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം.
അപ്പൊ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചോ? അങ്ങനെ ഞങ്ങളെ പിരിക്കാമെന്ന് കരുതണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞാലും ഞങ്ങള് പിരിയൂല. പ്രേമനും ദാസനും പൂൺ ടിവിയുടെ നന്ദി, നമസ്കാരം. നമസ്കാരം. അപ്പോ ഞങ്ങളുടെ ഓപ്പറേഷന്റെ കാര്യം ഞാൻ ഇപ്പൊ വരാം. കത്തിയെടുക്കാൻ മൂൺ ടി വി ഒരു പ്രൈവറ്റ് ചാനലാണ്. സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ ഈ ഇന്റർവ്യൂ സമ്മതിച്ചത് തന്നെ. അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള യാതൊരു പോസിബിലിറ്റി നമുക്കില്ല. സർ, പിന്നെ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? അവരെ അങ്ങ് പറഞ്ഞു വിടുക. വേണ്ടാത്ത പ്രോബ്ലംസ് ഒന്നും തലയിൽ വലിച്ചു കയറണ്ട. സർ, എന്നാലും തനിച്ചവരെ ഒരെന്നാലും ഇല്ല. പട്ടുമത്തയിൽ കിടക്കാൻ മോഹിച്ച നമ്മള് അവസാനം സിമന്റ് ബെഞ്ചിലായി. നീയല്ലേ പറഞ്ഞ നിനക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എല്ലാം കല്ലുവെച്ച നുണയായിരുന്നു എന്ന്. എന്ത് നല്ല വൃത്തികെട്ട ആൾക്കാരാ ഇവിടെ ഉള്ളത്. എടാ ദാസ, എനിക്ക് വിശന്നിട്ട് വയ്യടാ. നാട്ടിലായിരുന്നെങ്കിൽ ചെറിയമ്മ തരുന്ന വിഷമെങ്കിലും കഴിച്ചു വിശപ്പടക്കായിരുന്നു. ദാസ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്വപ്നം കണ്ടടാ. നീ കഴിഞ്ഞ ആഴ്ച കണ്ട സ്വപ്നത്തിന്റെ ബാക്കി ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ. അത്രയ്ക്ക് നല്ല സ്വപ്നമായിരുന്നു. എന്തായിരുന്നു ആ സ്വപ്നം? തടിച്ചു കൊഴുത്ത ഒരു രാക്ഷസൻ വന്ന് നിന്റെ വയറ് കുത്തി കേറി. ദാസ, ആ രാക്ഷസൻ ഇനിയും വരും. ആ രാക്ഷസ ഇനി വരുമോ? വരും. ഒന്ന് തിരിഞ്ഞു പറഞ്ഞ് കിടക്കാനും കൂടെ സ്ഥലമില്ല. അറേ ഇത് അത് തന്നെ കേസ്. ഒച്ച വെക്കണ്ട, കൊണ്ടോടെ പിടിക്കാം. പൊക്കി നോക്ക്. സാറേ, ഇത് ആണുങ്ങളാ. എന്താടാ ഇത് അമേരിക്കാന്ന് വിചാരിച്ചോ? ദാസ, ഇതാണോ നീ സ്വപ്നത്തിൽ കണ്ട ആ രാക്ഷസൻ? സാറിന്റെ ഇരട്ടപ്പേര് വിളിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല. എഴുന്നേക്കടാ. പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? തർക്കുത്തരം പറയുന്നതാ. ഒട്ടിപ്പിടിച്ച ഒരു ഷർട്ട് ഇട്ട് മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്നോടാ. ഇനി മേലിൽ രണ്ടുപേരും ഒരുമിച്ച് നടന്നാൽ നീ അങ്ങോട്ട് പോടാ. നീ ഇങ്ങോട്ട് പോടാ. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനേ പറ്റൂ. പിന്നെയും തർക്കുത്തരം പറയുന്നോടാ. ആ അടിച്ചതിന് ഷേപ്പ് മാറ്റിക്കളെ ഞാൻ. അങ്ങോട്ട് പോടാ. എടാ, ഇങ്ങോട്ട് പോകാൻ. ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. സാറേ, ഇവന്മാര് മനുഷ്യരല്ല, ഭേദങ്ങളാണെന്നാ തോന്നുന്നത്.